ഇന്ന് നമുക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കുന്നതിന് നോക്കാം. അപ്പൊ നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. ഏറ്റവും നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് കൊക്കോ പൗഡർ, 1 കപ്പ് പൊടിച്ചെടുത്ത പഞ്ചസാര, 8 മുട്ട, 6 ടേബിൾ സ്പൂൺ ബട്ടർ. ഈ ബട്ടർ ഒന്ന് മെൽറ്റ് ആക്കിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ 1.5 ടേബിൾ സ്പൂൺ വാനില എസൻസ്, 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇത് വെച്ചിട്ട് നമ്മൾ 2 കേക്ക് ഉണ്ടാക്കും. എന്നിട്ട് ഒരു കേക്കിന് 2 പീസായിട്ട് കട്ട് ചെയ്തെടുക്കും. അങ്ങനെ 4 ലെയർ വെച്ചിട്ടാണ് ഈ കേക്ക് ഉണ്ടാക്കുന്നത്. ഏറ്റവും ആദ്യം കേക്ക് ഉണ്ടാക്കും, എന്നിട്ട് 4 ലെയർ ആക്കിയിട്ട് എടുക്കും. ഇനി ഓരോ ലെയറിലും ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് 3 ഫില്ലിംഗ് ഉണ്ടാവും. ഏറ്റവും ഫില്ലിങ് പഞ്ചസാരയും കൊണ്ട് ഒരു സിറപ്പ് ഉണ്ടാക്കിയിട്ട് ആ ഫില്ലിംഗ് ആണ്. രണ്ടാമത്തെ ഫില്ലിങ് ക്രീം കൊണ്ടുള്ള ഫില്ലിംഗ് ആണ്. മൂന്നാമത്തെ ഫില്ലിംഗ് ചെറിയുടെ ഫില്ലിംഗ് ആണ്. അപ്പൊ നമുക്ക് ഫില്ലിങ്ങിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. 1 കപ്പ് പഞ്ചസാരയിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ചൂടാക്കിയിട്ട് ഈ പഞ്ചസാര മെൽറ്റ് ആക്കണം. പഞ്ചസാര മെൽറ്റ് ആയി കഴിഞ്ഞപ്പോൾ അതിലേക്ക് 2 നുള്ള് ബ്രൂ കോഫിയുടെ പൊടി ചേർക്കണം. പിന്നെ 1.5 ടേബിൾ സ്പൂൺ വാനില എസൻസ്. ഈ ബ്രൂ കോഫിയുടെ പൊടി സാധാരണ ചേർക്കാറില്ല, പക്ഷെ ഇതും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. ഈ കേക്കിലേക്ക് നമ്മൾ ചോക്ലേറ്റ് ഒക്കെ കൂടുതൽ ചേർക്കുന്നുണ്ട്. ഈ ബ്രൂ കോഫിയുടെ ടേസ്റ്റും കൂടി വരുമ്പോൾ അത് കുറച്ചും കൂടി നല്ലതാണ്. ഈ രണ്ടാമത്തെ ഫില്ലിങ്ങിന് വെക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഹെവി ക്രീം എടുത്തിട്ടുണ്ട്. ഇത് ഹെവി ക്രീമോ ഡബിൾ ക്രീമോ വിപ്പിംഗ് ക്രീമോ ഏത് ക്രീമായിരുന്നാലും കുഴപ്പമില്ല. പിന്നെ 6 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇത് രണ്ടും കൂടിയിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് നല്ല ക്രീം പോലെ എടുക്കും. ഇതാണ് കേക്കിന്റെ ഉള്ളിലേക്ക് ഫില്ലിങ്ങിന് വെക്കുന്നത്. ഈ സെയിം ഫില്ലിങ് തന്നെ കേക്കിന്റെ പുറത്ത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കും. പക്ഷെ കേക്കിന്റെ പുറത്തേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോൾ ഏറ്റവും കേക്കിന്റെ ഉള്ളിലേക്ക് ഈ ഫില്ലിങ് വെക്കും. ഇനി ഇതിനകത്ത് കുറച്ച് ക്രീം ബാക്കി വരും. ആ ക്രീമിലേക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ആ ചോക്ലേറ്റും കൂടി ഈ ക്രീമിലേക്ക് മിക്സ് ചെയ്തിട്ട് ഇതൊരു ചോക്ലേറ്റ് ക്രീം ആക്കും. എന്നിട്ട് ആ ക്രീമാണ് കേക്കിന്റെ ഏറ്റവും മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. ഇനി മൂന്നാമത്തെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ചെറി എടുത്തിട്ടുണ്ട്. ഇത് സോർ ചെറിയാണ്. ഇത് പഞ്ചസാര പഞ്ഞിലൊക്കെ ഇട്ട് വരുന്നതാണിത്. ഇതിന് ചെറി ഫില്ലിംഗ് എന്ന് പറഞ്ഞിട്ട് കടയിൽ നിന്ന് വാങ്ങാൻ വേണ്ടി കിട്ടും. ഇങ്ങനത്തെ ചെറി വാങ്ങാൻ കിട്ടണില്ലെങ്കിൽ നമ്മുടെ നാട്ടിലേക്ക് വിളയിച്ച ചെറി കിട്ടും. ആ ചെറീനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ടോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഈ ചെറിക്ക് പകരം ചേർക്കാം. ഈ കേക്കിന്റെ മുകളിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തേക്കുന്ന ചോക്ലേറ്റ് കുക്കിംഗ് ചോക്ലേറ്റ് ആണ് എടുത്തേക്കുന്നത്. ഇത് കടയിൽ നിന്ന് കുക്കിംഗ് ചോക്ലേറ്റ് എന്ന് പറഞ്ഞിട്ട് ചോക്ലേറ്റിന്റെ ബാറ് വാങ്ങാൻ വേണ്ടി കിട്ടും. അത് ഞാനിവിടെ പീലർ വെച്ചിട്ട് പീൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് ചെറുതായിട്ടാണ് പീൽ ചെയ്തെടുത്തേക്കുന്നത്. ഇത് കേക്കിന്റെ പുറത്തൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കും. ഈ കേക്കിന്റെ ഉള്ളില് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സെയിം ചോക്ലേറ്റ് തന്നെ കുറച്ച് വലിയ പീസായിട്ട് ഞാനിവിടെ പീൽ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറിയും വേണം. ഞാൻ ഇതേപോലത്തെ ചെറിയാണ് എടുത്തേക്കുന്നത്. അപ്പൊ നമുക്ക് ഏറ്റവും ആദ്യം കേക്ക് ഉണ്ടാക്കാം. ഈ കേക്കിന്റെ മിക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയൊരു ബൗൾ എടുക്കാം. ഇതിലേക്ക് മുട്ട ചേർക്കാം. ഇതിലേക്ക് 1 കപ്പ് പൊടിച്ചെടുത്തേക്കണ പഞ്ചസാര ചേർക്കാം. ഇത് രണ്ടും കൂടിയിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് നല്ല റിബൺ പോലെ വരണം. ആ റിബൺ വരുന്നത് വരെ ഇത് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കണം. ഇതെടുത്തിട്ട് നമ്മൾ ഇതിങ്ങനെ കാണിക്കുമ്പോൾ ഇതിങ്ങനെ റിബൺ പോലെ വീഴണം. ഇത് ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇലക്ട്രിക്കിൻ്റെ ഇല്ലെങ്കിലും വിസ്ക് വെച്ചിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഈ ബീറ്റ് ചെയ്തെടുത്തേക്കണ മിക്സിലേക്ക് ഓൾ പർപ്പസ് ഫ്ലോറും കൊക്കോ പൗഡറും ബേക്കിംഗ് പൗഡറും കൂടിയിട്ട് ചേർക്കണം.
അതിന് വേണ്ടിയിട്ട് വലിയൊരു ഫിൽറ്റർ വയ്ക്കുക. ഈ ഫിൽറ്ററിൻ്റെ ഉള്ളിൽ കൂടെ മിക്സ് ചെയ്തിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. ഒരുമിച്ച് ചേർക്കരുത്, ഇത് 2 ട്രിപ്പായിട്ട് ചേർക്കുക. ഒരുമിച്ച് ചേർത്തിട്ടുണ്ടെങ്കിൽ ഈ മിക്സിലേക്ക് ഇതെല്ലാവരും കൂടിയും വന്ന് വീഴുമ്പോൾ ഇത് താണു പോവും. അപ്പോൾ ഈ മിക്സ് താണു പോകരുത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറേശ്ശെ ചേർക്കാം. ഇതിലേക്ക് കൊക്കോ പൗഡർ ചേർക്കാം, ഓൾ പർപ്പസ് ഫ്ലോർ ചേർക്കാം, 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം, ഇത് മിക്സ് ചെയ്തിട്ട് കുറേശ്ശെ ഈ മിക്സിലേക്ക് ചേർക്കാം. നമ്മൾ കുറച്ച് ചേർത്തു. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ബീറ്റർ വെച്ചിട്ട് മിക്സ് ചെയ്യരുത്, നമുക്ക് ഇതേപോലത്തെ ഒരു സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്തെടുക്കുമ്പോഴും പതുക്കെ ഇത് താണു പോവാണ്ട് പതുക്കെ വേണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിങ്ങനെ ഇടുമ്പോൾ ഒരു സ്ഥലത്ത് തന്നെ ഇടാണ്ട് ഈ ഫിൽറ്റർ ഇങ്ങനെ നീക്കി കൊടുത്തിട്ട് എല്ലാ സൈഡിലായിട്ട് ഇടാം. അപ്പം മൈദപ്പൊടിയും കൊക്കോ പൗഡറും ബേക്കിംഗ് പൗഡറൊക്കെ ഈ മിക്സിൽ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വാനില എസൻസ് ചേർക്കാം. ഞാനിവിടെ ബട്ടർ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, ഈ ബട്ടറും കൂടി ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഞാനിവിടെ കേക്ക് ഉണ്ടാക്കുന്ന ട്രേ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ വെക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ബട്ടർ പേപ്പർ എടുത്തിട്ടുണ്ട്. ഈ ബട്ടർ പേപ്പറിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കാം. ഈ ട്രേയുടെ സൈഡിലും ബട്ടർ തേച്ച് കൊടുക്കാം. ഞാനിവിടെ എടുത്തേക്കുന്ന ട്രേ നോൺ സ്റ്റിക്കിൻ്റെ ട്രേ ആണ്. ഇതിലേക്ക് കേക്കിൻ്റെ മിക്സ് പകുതി ചേർക്കാം. നമ്മൾ ബേക്ക് ചെയ്യാൻ പോണതിന് മുമ്പ് ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ എയർ ഉണ്ടെങ്കിൽ പോവാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം 2 കേക്കിനുള്ളത് 2 ട്രേയിൽ സെയിം ആയിട്ടാണ് 2 ട്രേയിലും ഫില്ല് ചെയ്തേക്കുന്നത്. ഇനി ഇതൊരു 350 ഫാരനൈറ്റിൽ ഒരു 25-30 മിനിറ്റ്സ് വെച്ചിട്ട് ഈ കേക്ക് ബേക്ക് ചെയ്തെടുക്കുക. ഒരു 25 മിനിറ്റ്സ് ആകുമ്പോൾ ഈ കേക്കിൻ്റെ സെൻറ്ററിലേക്ക് ഒരു ടൂത്ത് പിക്ക് ഒന്ന് കുത്തി നോക്കാം. അപ്പോൾ ടൂത്ത് പിക്ക് നല്ല ക്ലിയർ ആയിട്ട് വരാണെങ്കിൽ കേക്ക് വെന്തിട്ടുണ്ടാവും. ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓവനിൽ വെക്കുമ്പോൾ ടെമ്പറേച്ചർ കറക്റ്റായിട്ട് വേണം ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓവനിലേക്ക് വയ്ക്കുക. ഈ കേക്ക് റെഡി ആകുമ്പോഴേക്കും ഇതിലേക്കുള്ള പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കുക. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് പഞ്ചസാര ചേർക്കുക, 1/2 കപ്പ് വെള്ളം ചേർക്കുക. ഇപ്പോൾ പഞ്ചസാര മെൽറ്റായിട്ടുണ്ട്. ഇത് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് പഞ്ചസാര മെൽറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ തീ ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ പഞ്ചസാര കട്ടയാവും. ഇതിലേക്ക് 2 നുള്ള് ബ്രൂ കോഫിയുടെ പൊടി ചേർക്കുക. 2 നുള്ള് മാത്രം ചേർത്താൽ മതി. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വാനില എസൻസ് ചേർക്കുക. ഇപ്പോൾ കേക്കിലേക്കുള്ള ആദ്യത്തെ ഫില്ലിങ്ങിനുള്ള പഞ്ചസാരയുടെ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു ചെറിയൊരു പാത്രത്തിലേക്ക് പകർത്തി വയ്ക്കാം. ഇപ്പോൾ കേക്ക് രണ്ടും റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഓരോ കേക്കിനെ 2 പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഈ കേക്ക് നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുക. ഇങ്ങനെ ഞെക്കുമ്പോൾ ഇതിങ്ങനെ സ്പോഞ്ച് പോലെ ഇരിക്കും. ഇനി ഇത് നന്നായിട്ട് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതൊരു കേക്കിനെ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ കേക്ക് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഈ കേക്കിനെ 2 ലെയറായിട്ട്
കട്ട് ചെയ്തെടുക്കുക. ഈ കേക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒന്നല്ലെങ്കിൽ കേക്ക് കട്ട് ചെയ്യാൻ എടുക്കണ പല്ലുള്ള പോലത്തെ നൈഫ് കിട്ടും. ഞാനിവിടെ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന നൈഫ് വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ആ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഈ കേക്കിൻ്റെ ഇത്രയ്ക്കെങ്കിലും വലിപ്പമുള്ള നൈഫായിരിക്കണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് ആ കേക്ക് നല്ല എളുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഏറ്റവും ആദ്യം നൈഫ് വെച്ചിട്ട് ഇങ്ങനെ ചിറ്റുറൊന്ന് കട്ട് ചെയ്യുക. ചിറ്റുപുറം കട്ടായി കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഉള്ളിലേക്ക് കുറേശ്ശെ കയറ്റി കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ കേക്ക് 2 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഇങ്ങനെ 2 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി മറ്റേ കേക്കും ഇതേപോലെ തന്നെ 2 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇപ്പം 4 ലെയർ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഈ കേക്കിൻ്റെ ഫില്ലിങ്ങിനുള്ള ക്രീം റെഡിയാക്കാം. ഹെവി ക്രീം എടുക്കുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ ബീറ്റ് ചെയ്യാൻ എടുക്കണ പാത്രവും ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചിട്ട് എടുക്കുക. അതേപോലെ ഞാൻ ഈ പാത്രം ഇവിടെ തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഹെവി ക്രീം ചേർക്കാം. ഇപ്പോൾ 3 കപ്പ് ഹെവി ക്രീം ചേർക്കാം. 1 കപ്പ് കൂടിയും ചേർക്കാം. ഇതിലേക്ക് 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് ക്രീമാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇത് എടുക്കുമ്പോൾ ഇതേപോലെ ഇങ്ങനെ നല്ല ക്രീമായിട്ട് ഇരിക്കണം. ഇനി നമുക്ക് കേക്ക് സെറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നല്ല കട്ടിയുള്ളൊരു കാർഡ്ബോർഡിൻ്റെ ഷീറ്റ് കേക്കിൻ്റെ വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഞാനിവിടെ ബട്ടർ പേപ്പറും കവർ ചെയ്തിട്ടുണ്ട്. ഇതേപോലത്തെ നമുക്ക് കടയിൽ നിന്ന് റെഡിമെയ്ഡായിട്ട് വാങ്ങാൻ കിട്ടും. ഇനി ഇതേപോലത്തെ വീട്ടിലുണ്ടാക്കാം. ഇനി നമുക്ക് 1 ലെയർ കേക്ക് വയ്ക്കുക. ഈ കേക്കിൻ്റെ മുകളിലേക്ക് ഏറ്റവും ആദ്യം പഞ്ചസാര പാനി ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഈ കേക്ക് നല്ല സ്പോഞ്ചായിട്ടിരിക്കുന്നതിന് ഈ പഞ്ചസാര പാനി ഇതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് ഒബ്സർവ് ചെയ്യും. ഇനി രണ്ടാമത്തെ ലെയർ ക്രീം തേക്കുക. രണ്ടാമത്തെ ലെയർ ക്രീം തേച്ചു. ഇനി മൂന്നാമത്തെ ലെയർ ചെറിയ ഫില്ലിങ് വെക്കുക. ഇനി രണ്ടാമത്തെ ലെയർ കേക്ക് വയ്ക്കുക. ഈ രണ്ടാമത്തെ ലെയറിൻ്റെ മുകളിലും പഞ്ചസാര പാനി തേച്ച് കൊടുക്കുക. ഇതിൻ്റെ മുകളിലേക്ക് ക്രീം തേക്കുക. ഇതിൻ്റെ മുകളിലേക്ക് ചെറിയ ഫില്ലിങ് വയ്ക്കുക. മൂന്നാമത്തെ ലെയറും ക്രീം ചീസ് വയ്ക്കുക. ഇതിൻ്റെ മുകളിൽ ചെറിയ ഫില്ലിങ് വയ്ക്കുക. നമുക്ക് നാലാമത്തെ ലെയർ വയ്ക്കുക. ഇതിൻ്റെ മുകളിലേക്ക് പഞ്ചസാര പാനി തേക്കുക. ഇപ്പം നാലാമത്തെ ലെയർ കേക്കിൻ്റെ മുകളിലും ഷുഗർ സിറപ്പ് ഒഴിച്ചു. ഇതിൻ്റെ മുകളിലേക്ക് വൈറ്റ് ക്രീമല്ല ചേർക്കണത്, ചോക്ലേറ്റിൻ്റെ ക്രീമാണ് ചേർക്കണത്. ഈ ചോക്ലേറ്റ് ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ബാക്കി വന്നേക്കണ ഈ ക്രീമിൽ നിന്ന് കുറച്ച് ക്രീം എടുത്തിട്ട് മാറ്റി വയ്ക്കുക. അത് നമുക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വൈറ്റ് ക്രീം ആവശ്യമുണ്ട്. ഇതിനകത്തുനിന്നൊരു 1/4 ഭാഗം ക്രീം മാറ്റി വയ്ക്കുക. ബാക്കിയുള്ളതിലേക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക.
ഈ ചോക്ലേറ്റ് ഞാനിവിടെ നല്ല തിളച്ച വെള്ളത്തിൽ വെച്ചിട്ടാണ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുത്തേക്കുന്നത്. ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ചൂടോടുകൂടി ക്രീമിലേക്ക് ചേർക്കരുത്. നന്നായിട്ട് ചൂടാറിയിട്ട് വേണം ക്രീമിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിനകത്ത് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ചോക്ലേറ്റ് ചേർക്കുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ചോക്ലേറ്റ് ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ചോക്ലേറ്റ് ചേർക്കാം. അപ്പോൾ ചോക്ലേറ്റ് ഈ വൈറ്റ് ക്രീമിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കേക്കിൻ്റെ മുകളിലും സൈഡിലൊക്കെയും ഫില്ല് ചെയ്യാം. ഇതിങ്ങനെ കേക്കിൻ്റെ ഏറ്റവും മുകളിലേക്ക് ഫില്ല് ചെയ്യുമ്പോൾ ചോക്ലേറ്റിൻ്റെ ക്രീം തന്നെ വേണമെന്നില്ല, വൈറ്റ് ക്രീം വെച്ചിട്ടും ഇത് ഫില്ല് ചെയ്തെടുക്കുക. പക്ഷേ ചോക്ലേറ്റിൻ്റെ ടേസ്റ്റാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഈ കേക്കിൻ്റെ മുകളിലെ ലെയർ ചോക്ലേറ്റ് ക്രീം വയ്ക്കാം. ഇത് മുകളിലും സൈഡിലൊക്കെയും ചോക്ലേറ്റും കൊണ്ട് ഫില്ല് ചെയ്യണം. ഇത് ഏറ്റവും ആദ്യം കേക്കിൻ്റെ എല്ലായിടത്തും ഇങ്ങനെ തേച്ചിട്ട് ഏറ്റവും ലാസ്റ്റ് ഇത് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. കേക്കിൻ്റെ എല്ലായിടത്തും ചോക്ലേറ്റ് ക്രീം നന്നായിട്ട് തേച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിനെ ഷേപ്പ് ചെയ്തെടുക്കാം. ഞാൻ കേക്കിനെ ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ബട്ടർ നൈഫാണ് എടുത്തേക്കുന്നത്. അല്ലെങ്കിൽ കേക്ക് ഷേപ്പ് ചെയ്യണ നല്ല വീതിയുള്ള നൈഫ് നമുക്ക് വാങ്ങാൻ വേണ്ടി കിട്ടും. പക്ഷേ ബട്ടർ നൈഫ് വെച്ചിട്ടും ചെയ്യാം. ഞാൻ ഈ ബട്ടർ നൈഫിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ടാണ് ഈ കേക്ക് ഷേപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ചോക്ലേറ്റ് ക്രീം വെച്ചിട്ട് കേക്കിൻ്റെ എല്ലായിടത്തും ഫില്ല് ചെയ്തിട്ടുണ്ട്. ഈ പീൽ ചെയ്ത് വെച്ചേക്കണ ചോക്ലേറ്റ് കൊണ്ട് കേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുക. കേക്കിൻ്റെ മുകളിലും സൈഡിലൊക്കെയും നന്നായിട്ടൊന്ന് പിടിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ കേക്ക് ഫുള്ളായിട്ട് ചോക്ലേറ്റ് വെച്ചിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഈ വൈറ്റ് ക്രീം വെച്ചിട്ട് കേക്കിൻ്റെ മുകളിലും അടിയിലൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പൈപ്പിംഗ് ബാഗ് എടുത്തിട്ടുണ്ട്. ഇതേപോലത്തെ ബാഗ് നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ വേണ്ടി കിട്ടും. അല്ലെങ്കിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് കോണ് പോലെ ഇതേപോലെ മടക്കിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ തുമ്പത്ത് ഇങ്ങനത്തെ ഹെഡ് വയ്ക്കണം. പൈപ്പിംഗ് ബാഗിൻ്റെ അറ്റത്ത് ഞാനൊരു ഹെഡ് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഏറ്റവും ആദ്യം മാറ്റി വെച്ചേക്കണ വൈറ്റ് ക്രീം ചേർക്കുക. അതൊക്കെ ഒന്ന് പുറത്തേക്ക് ഒന്ന് ഇങ്ങനെ ഫോൾഡ് ചെയ്യുക. ഇപ്പോൾ പൈപ്പിംഗ് ബാഗിൻ്റെ ഉള്ളിലേക്ക് ആ വൈറ്റ് ക്രീം ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാം. കേക്കിൻ്റെ അടിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ചിലപ്പോൾ എന്നേക്കാളും നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുക. നമ്മൾ കുറച്ച് വലിയ പീസായിട്ട് കുറച്ച് ഷെഡ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കുന്നത്.